നമ്മളിവിടെ പാരായണം ഒന്ന് നിർത്തിവെച്ച് പ്രഭാഷണത്തിലേക്ക് കടക്കുന്നു. നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ പ്രഭാഷണം ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തില് 26-ാമത്തെ ചെറിയ അധ്യായം. ആ പ്രഭാഷണം ചെയ്യുന്നത് എൻ്റെ ഒരു സതീർത്ഥ്യനായിട്ടുള്ള നീലകണ്ഠ അയ്യർ. അദ്ദേഹം പാലക്കാടാണ് സ്വദേശം. ഞങ്ങൾ ഒരുമിച്ച് വാൽമീകി രാമായണം പാരായണം ചെയ്യാനും അതുപോലെ തന്നെ പാലക്കാട് പല സ്ഥലങ്ങളിൽ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്ത് ഒരു മഹാത്മാവാണ്. അദ്ദേഹം അത്യാവശ്യം ഭജന ഒക്കെ ചെയ്യും. അങ്ങനെ നമ്മളോടുള്ള ആ ഒരു സാമീപ്യം കൊണ്ട് ഇങ്ങനെ സത്സംഗം എവിടെയുണ്ടെങ്കിലും പങ്കെടുക്കാൻ തയ്യാറായിട്ട് ഇപ്പം സെപ്റ്റംബറിൽ രാമായണം വായിക്കാൻ വേണ്ടി അയോധ്യയിൽ ഞങ്ങൾ പോകുന്നുണ്ട് ഒരുമിച്ച്. അപ്പം അദ്ദേഹത്തെ നമുക്ക് ഈ ഭാഗവത കുടുംബത്തിലേക്ക് എല്ലാ വിധത്തിലുള്ള സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യാം. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടന്നു വരുന്ന ഈ ജ്ഞാനയജ്ഞ ഭാഗവത നവാഹയജ്ഞം കഴിഞ്ഞ വർഷം വരെ തൃപ്പാഹായിരുന്നു, ഈ വർഷം നവാഹയജ്ഞമായി. ആ നവാഹയജ്ഞത്തില് 6-ാമത്തെ ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ പ്രഭാഷണം ദശമസ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായം പ്രഭാഷണം ചെയ്യാനും എന്തെങ്കിലും രണ്ടുപേരും ഭജനയും കൂടി പ്രവേശിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആത്മാവിനെ ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ സത്സംഗവേദിയിലുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുനാഥനും എൻ്റെ സാഷ്ടാംഗ നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമോ നമ സദ്ഗുരുഭ്യഃ സദ്ഗുരു നമോ നമഃ. നമോ നമ സദ്ഗുരുഭ്യഃ സദ്ഗുരു നമോ നമഃ. ജ്ഞാനവൈരാഗ്യ സമ്പൂർണ്ണാൻ ഹരിഭക്തിപരായണാൻ പൂർവാചാര്യാനഹം വന്ദേ സമ്പ്രദായ പ്രവർത്തകാൻ. നിധേ ഭക്തിതത്വാനാം ഹൃദയേ ച മഹാത്മനാം അസ്മാകം പദയേ തുഭ്യം പ്രേമികായ നമോ നമഃ. ഹരേ രാമേതി കൃഷ്ണേതി നാമ സങ്കീർത്തനം സദാ ലോകക്ഷേമായ കുർവന്തം പ്രേമികം സദ്ഗുരും ഭജേ. പ്രഹ്ലാദനാർദപരാശര പുണ്ഡരീക വ്യാസാംബരീഷ ശുഭസൗനകഭീഷ്മദാഭ്യാൻ രുക്മാംഗദാർജുന വസിഷ്ഠ വിഭീഷണാദീൻ പുണ്യാൻ ഇമാൻ പരമഭാഗവതാൻ സ്മരാമി. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്വാരിസാഖ്യായ ഗുരുഭവന്തി അന്നവാഞ്ജനാ. ദൂരീകൃതസീതാർത്തിഃ പ്രഗതീകൃതരാമോയ ഭവസ്ഫൂർത്തിഃ ദാരിദ്ര്യദശമുഖകീർത്തിഃ പുരതോ മമ പാദപനുമതോ മൂർത്തിഃ. സദ്ഗുരുസ്വാമിനഃ ആഞ്ജനേയസ്വാമിനഃ. ഇന്നത്തെ പ്രഭാഷണത്തില് 26-ാമത്തെ ദശമസ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായമാണ് പറയാൻ പോകുന്നത്. അതും ഈ സത്സംഗവേദിയിൽ കിട്ടിയത് ഒരു മഹാഭാഗ്യം. അതിൽ മനുതിരുമേനിക്ക് എൻ്റെ അനന്തകോടി നമസ്കാരം. ഭഗവാൻ ഇടയർകുലത്തിൽ ജനിച്ച ഭഗവാൻ വന്ന് നമ്മുടെ എല്ലാവരുടെയും ഇടയിലൂടെ എപ്പോഴും ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിലും എന്നും ഉണ്ടാവുന്നതാണ്. അതുപോലെ എല്ലാ വിഷയങ്ങളിലും ഭഗവാൻ ഇടപെട്ടുകൊണ്ടുമിരിക്കും. പക്ഷെ ഒന്നിലും ഇടപെടുന്നില്ല എന്നുള്ളൊരു ഭാവത്തോടുകൂടി അങ്ങ് മാറി നിൽക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ എപ്പോൾ വിളിച്ചാലും ആര് വിളിച്ചാലും ആ വിളി ഒന്ന് അവൻ കേട്ടുപോകും. കേൾക്കാതിരിക്കാൻ പറ്റില്ല അവന്. അങ്ങനെ ഭഗവാന്റെ അദ്ഭുത ലീലകൾ ഓരോന്നും, ബാലലീലകൾ ഓരോന്നും ഇതുവരെ കഴിഞ്ഞു. ഗോവർദ്ധനോദ്ധാരണമായപ്പോഴാണ് ഗോകുലവാസികൾക്ക് എല്ലാവർക്കും തന്നെ ഒരു അത്ഭുതം തോന്നിപ്പോയത്. അതുവരെ എല്ലാം തന്നെ ഒരു അത്ഭുതമായിരുന്നു.
പക്ഷേ എങ്കിലും ഈ ഒരു മഹാത്ഭുതം കണ്ട് അവരെല്ലാവരും ഭ്രമിച്ച ഒരു അതിശയം തോന്നിപ്പോയി. ഇവർ സാധാരണക്കാരനല്ല എന്നുള്ള ഒരു തോന്നൽ വരെ എത്തിച്ചു കൊണ്ടുപോയി ഭഗവാൻ. അതിൽ ഭഗവാന്റെ അത്ഭുത ലീലകൾ കണ്ട് ഗോപന്മാരെല്ലാവരും തന്നെ നന്ദഗോപരോട് ഭഗവാന്റെ വൈഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അതിൽ ഇപ്പോൾ ഗോവർദ്ധനാവതാരണം കണ്ടപ്പോൾ അവർക്ക് കൃഷ്ണതത്വം അറിയാനുള്ള ജിജ്ഞാസ കൂടിപ്പോയി, വർദ്ധിച്ചുപോയി അവർക്ക്. ഈ 7 വയസ്സ് പ്രായമുള്ള ഈ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഈ ഒരു ഗോവർദ്ധനഗിരിയെ ഒരു വിരൽത്തുമ്പില് ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് നിൽക്കുവാൻ എങ്ങനെ സാധിച്ചു ഭഗവാന് ഈ 7 വയസ്സ് പ്രായത്തിൽ, അതും വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് 7 ദിവസം എങ്ങനെ നിന്നു കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടി അത്രയൊരു ആകാംക്ഷയോടുകൂടി ഭഗവാൻ വന്ന നന്ദഗോപരെ സന്ദർശിക്കാനായിട്ട് ഗോപിഗോപന്മാർ എല്ലാവരും തന്നെ ഓടിപ്പോയി. അവിടെ പോയി ഇവർക്ക് എല്ലാവർക്കും അതിശയം തോന്നിപ്പോയ ഓരോ ലീലകളെ കുറിച്ചും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയാണ്. കൺമിഴിക്കാത്ത ഒരു പ്രായത്തില് മഹാഘോരയായ പൂതനയുടെ പഞ്ചപ്രാണങ്ങളെയും സ്ഥലത്തിൽ കൂടി വലിച്ചെടുത്തത് എങ്ങനെ? മാത്രമല്ല 3 മാസം ആകുന്നതിന് മുമ്പ് തന്നെ കരഞ്ഞു കിടന്ന ഇവന്റെ ഒരു വിരൽ തുമ്പ് കൊണ്ട് ഒരു വണ്ടി തവിടുപൊടിയാക്കി. അതെങ്ങനെ? അതുപോലെ ഒരു വയസ്സ് പ്രായമുള്ളപ്പോൾ ആകാശത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോയ തൃണാവർത്തൻ എന്ന അസുരനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. അതെങ്ങനെ? മാത്രമല്ല ഉരലിൽ ബന്ധിക്കപ്പെട്ട് മുട്ടുകുത്തി 2 അർജുന മരങ്ങളുടെ ഇടയിലൂടെ ഇഴഞ്ഞ് അവയെ വീഴ്ത്തി. അതെങ്ങനെ എന്നുള്ളൊരു അന്വേഷണം. മാത്രമല്ല ഗോക്കളെ കാട്ടിൽ മേച്ചു നടക്കുമ്പോൾ ബലരാമനോടും ഗോപന്മാരുടെയും കൂടെ പോകുമ്പോൾ വത്സരൂപത്തിൽ വന്ന ബകാസുരൻ എന്ന ശത്രുവിനെയും വധിച്ചുപോയി. അതെങ്ങനെ? അതുപോലെ പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന വത്സാസുരന്റെ പിൻകാലുകളെ പിടിച്ച് വട്ടം ചുറ്റി ഹനിച്ചതിന്റെ ശേഷം ശരീരം മേപ്പോട്ട് എറിഞ്ഞു. അതെങ്ങനെ? ബലരാമനും ഭഗവാനും ധേനുകാസുരനെയും സംഘത്തെയും കൊന്നിട്ട് പഴുത്ത പഴങ്ങളോട് കൂടിയ താലവനത്തെ മനുഷ്യർക്ക് പ്രവേശനം യോഗ്യമാക്കി തീർത്തത് എങ്ങനെ? അതുപോലെ ക്രൂരനായ പ്രളംബനെ ബലരാമനെ കൊണ്ട് വധിപ്പിച്ചു. ക്രൂര വിഷമുള്ള കാളിയന്റെ വിഷ അഹങ്കാരത്തെ ശമിപ്പിച്ച് യമുനാ നദിയെ വിഷബാധയില്ലാതെ ശുദ്ധമാക്കിയല്ലോ. അതെങ്ങനെ? എല്ലാം കഴിഞ്ഞ അവസാനം 7 വയസ്സ് പ്രായമുള്ള ഈ ഒരു കുട്ടി ഗോവർദ്ധനഗിരിയെ ഉയർത്തിപ്പിടിച്ച് 7 ദിവസം ഇങ്ങനെ താങ്ങി നിന്നല്ലോ. ഇതെങ്ങനെയെന്നുള്ള ഒരു അതിശയം തോന്നിപ്പോയപ്പോഴാണ് ഗോകുലവാസികൾ എല്ലാവരും നന്ദഗോപരോട് ഇവന്റെ പ്രഭാവം എന്താണെന്നുള്ളത് അന്വേഷിക്കാനായിട്ട് ഓടിയെത്തുന്നത്. അപ്പോഴാണ് നന്ദഗോപർ വന്ന് ഇവരോട് എല്ലാവരോടും പങ്കുവയ്ക്കുന്നത്. അപ്പോഴാണ് നന്ദഗോപർക്കും ഗർഗാചാര്യർ വന്ന് പറഞ്ഞുപോയ എല്ലാ വിഷയങ്ങളും നാമകരണം കഴിഞ്ഞ ഭഗവാനെ കുറിച്ച് ഗർഗാചാര്യർ പറഞ്ഞതെല്ലാം തന്നെ നന്ദഗോപർക്കും ഓർമ്മ വരുന്നത്. അതിൽ നന്ദഗോപർ ഇവരോട് ഗോകുലവാസികളോട് എല്ലാവരോടും പങ്കുവയ്ക്കുകയാണ്. മുമ്പൊരിക്കൽ ഗർഗമഹർഷി ഇവനെക്കുറിച്ച് ചിലതെല്ലാം പറഞ്ഞത് അപ്പോൾ ഓർത്ത്, ഇവൻ എല്ലാ യുഗത്തിലും അവതരിക്കുന്നവനാണ്. ഇവന് ഓരോ യുഗത്തിലും ഓരോ നിറമാണ്. ഒരു യുഗത്തിൽ വെളുപ്പ്, മറ്റൊന്നിൽ ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിൽ അവതരിച്ച് ഇവനിപ്പോൾ കൃഷ്ണവർണ്ണമായി അവതാരം ചെയ്തിരിക്കുന്നു. അതുപോലെ മുമ്പൊരിക്കൽ വസുദേവപുത്രനായും ജനിച്ചിട്ടുണ്ട്. അതിനാൽ ഇവന് വാസുദേവൻ എന്ന പേരും കൂടെ വിളിക്കപ്പെടുന്നു. ഇവന് അനേകം രൂപങ്ങളും നാമങ്ങളും ഉണ്ട്. ഇവയെല്ലാം സാധാരണക്കാർക്ക് അറിയാനും സാധ്യമല്ല എന്നുള്ള ഒരു വിഷയം കൂടി ഗർഗാചാര്യർ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവൻ എല്ലാവർക്കും പരമശ്രേയസ് ഉണ്ടാകുമെന്നും ഗോകുലത്തെ സംരക്ഷിക്കുമെന്നും നിങ്ങളുടെ സകല ദുഃഖങ്ങളെയും തരണം ചെയ്യുമെന്ന് ഗർഗാചാര്യർ വിവരിച്ചു കൊടുത്തു നന്ദഗോപർക്ക്. എല്ലാറ്റിനുമപ്പുറം സാധുക്കളുടെ രക്ഷകനായിരിക്കും. അവരെ ശത്രുക്കൾ ഒട്ടും തന്നെ പരിഭവിക്കാൻ കഴിയാത്ത വിധത്തിലും കാത്തുകൊള്ളും. മാത്രമല്ല ഭഗവാൻ സാധുക്കളുടെ ഹൃദയത്തിൽ മാത്രമല്ല, ഒരു ഭക്തന്റെ ഹൃദയത്തിൽ മാത്രമല്ല, ഒരു ഭക്തന്റെ ഭക്തനായാൽ പോലും അവരെയും കാത്തുകൊള്ളുന്നതാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പേര് പോലും ഗുരുസ്മരണ ഭാഗവതം എന്നാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഗുരുവിനെ സ്മരിച്ചാൽ മാത്രം മതി, ഒരു ഭക്തന്റെ ഭക്തനായാൽ മാത്രം മതി, ഭഗവാൻ നമ്മളെ കാത്തോളും എന്നാണ് അവിടെ പറയുന്നത്. ഇതാണ് അംബരീഷ ചരിത്രത്തിലും പറയുന്നത്. ഒരു ഭക്തന്റെ ഭക്തനായാൽ ഞാൻ അവനെ കാക്കും. എങ്ങനെ അംബരീഷിനെ ഞാൻ വിട്ടുകൊടുക്കുക എന്നുള്ളത് ദുർവാസാവിനോട് പറയുകയാണ്. അതുപോലെയാണ് ഇവിടെയും, ഒരു ഭക്തന്റെ ഭക്തനായാൽ മാത്രം മതി, അതേ ഭഗവാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ
ഇവന് മനുഷ്യരൂപമാണെങ്കിലും ഇവന് സ്ത്രീ നാരായണാംശം ഉണ്ടെന്ന് ഗർഗാചാര്യർ നന്ദഗോപുരയോട് സൂചിപ്പിച്ചു. ഒന്ന്, എല്ലാം കഴിഞ്ഞ പിന്നെ ഇന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കാനായി ഗോകുലവാസികളെ എല്ലാവരെയും തന്നെ അതിൽ നിന്ന് മോചിപ്പിക്കാനുമായി ഭഗവാൻ അവിടെ ഓടിയെത്തി. കാരണം ഭഗവാനെ അഭയം തേടിപ്പോയാൽ ആരെയും കൈവിടില്ല. അങ്ങനെ ഗോകുലവാസികൾ എല്ലാവരും ഭഗവാനെ അഭയം തേടിപ്പോയപ്പോൾ ഭഗവാൻ ഒരു ക്ഷണം കൊണ്ട് ആ ഗോവർദ്ധനഗിരിയെ ഒരു വിരൽത്തുമ്പിൽ ഉയർത്തിപ്പിടിച്ച് ഗോകുലവാസികളെ രക്ഷിച്ച് ഗോകുലത്തെയും രക്ഷിച്ചു. ഇത് കണ്ട് ഇന്ദ്രന്റെ അഹങ്കാരം മൊത്തം ശമിച്ചു. അതിനാൽ ഭഗവാന് ഗോവിന്ദൻ എന്ന ഒരു പേരും കൂടെ കിട്ടി. മാത്രമല്ല, ഈ ഗോവർദ്ധനോദ്ധാരണവും അതിന്റെ മഹത്വവും ആരെല്ലാം നിത്യവും പാരായണം ചെയ്യുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും തന്നെ ഭയത്തിന് ഒരു കാലത്തും അവർക്ക് ഭയം ഉണ്ടാവില്ല എന്നാണ് അതിന്റെ ഒരു സൂചന അവിടെ നമുക്ക് കിട്ടുന്നത്. ഇതിന് നാരായണ തീർത്ഥർ ഒരു കീർത്തനം കൂടി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഗോവർദ്ധനോദ്ധാരണത്തെക്കുറിച്ച്. അതിൽ വർണ്ണിക്കുന്നത് ഭഗവാൻ ഗോകുലവാസികൾ എല്ലാവരും ഭഗവാനെ അഭയം തേടി പോകുമ്പോൾ അവിടെയും ഭഗവാൻ പരമാനന്ദ സ്വരൂപനായിട്ടാണ് നിൽക്കുന്നത്. അതിൽ പറയുന്നത് തന്നെ, അവിടെ വർണ്ണിക്കുന്നത്, നാരായണ തീർത്ഥർ വർണ്ണിക്കുന്നത് തന്നെ, ശ്രീവത്സാംഗീത ശ്രീകൗസ്തുഭധര ശ്രീവത്സാംഗീത ശ്രീകൗസ്തുഭധര ഭാവക ഭയഹര പാഹി മുകുന്ദ ഭാവക ഭയഹര പാഹി മുകുന്ദ ഗോവർദ്ധന ഗിരിധര ഗോവിന്ദ ഗോകുല ബാലക പരമാനന്ദ ഗോവർദ്ധന ഗിരിധര ഗോവിന്ദ ഗോകുല ബാലക പരമാനന്ദ ഗോവർദ്ധന ഗിരിധര ഗോവിന്ദ പാഠിത സുരരിപു പാദപവൃന്ദ പാഠിത സുരരിപു പാദപവൃന്ദ പാവന ചരിത പരാമൃത കന്ദ നാട്യരസോത്കട നാനാഭരണ നാട്യരസോത്കട നാനാഭരണ നാരായണ തീർത്ഥ അർച്ചിത ചരണ നാട്യരസോത്കട നാനാഭരണ നാരായണ തീർത്ഥ അർച്ചിത ചരണ ഗോവർദ്ധന ഗിരിധര ഗോവിന്ദ ഗോകുല ബാലക പരമാനന്ദ ഗോവർദ്ധന ഗിരിധര ഗോവിന്ദ. അങ്ങനെ ഭഗവാന് ഗോവിന്ദൻ എന്നുള്ള പേരും കിട്ടി. നമ്മുടെ എല്ലാവരുടെയും ഭയങ്ങളെ പോകുന്ന ഭാവക ഭയഹര പാഹി മുകുന്ദ. ഭഗവാൻ നമ്മളിൽ ഓടിയെത്തുന്നത് നമ്മുടെ ഭയങ്ങളെല്ലാം പോക്കാൻ വേണ്ടിയാണ്. അതിൽ ആർക്കും നമുക്ക് ഒന്നിനെ കുറിച്ച് നമുക്ക് പേടിക്കേണ്ടതില്ല. ഇതിനു മുകളിലുള്ള പ്രഭാഷണത്തിൽ അതുപോലെയാണ്, നമുക്ക് എന്ത് നടന്നാലും എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയെന്ന് പറയുന്ന പോലെ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ ഭയത്തെ പോക്കാൻ ഭഗവാൻ ആ ക്ഷണം അവിടെ നമ്മളെ ഓടിയെത്തുന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. രാധേ കൃഷ്ണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും വളരെ ഭാഗ്യം ചെയ്ത ഒരു ദിവസമാണ് ഇന്ന്. ശരിക്കും കുറച്ചു നേരത്തേക്കാണെങ്കിലും ആ ദർബാർ കാനഡ ഒന്ന് പാടിയപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരാനന്ദം ഗോവിന്ദനായിക്കൊണ്ട്. അതിനു മുമ്പുള്ള ഭാഷണമാണെങ്കിലും അതെ,
വളരെ ലളിതമായിക്കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു. തീർച്ചയായിട്ടും നീലകണ്ഠ അയ്യർ അദ്ദേഹത്തിന് ഇനിയും എല്ലാ തൽക്കർമ്മങ്ങളും തങ്കങ്ങളും ഒക്കെ ധാരാളം ഗുരുവായൂരപ്പൻ കൊണ്ട് കൊടുക്കട്ടെ. പോരാ, ആരോഗ്യം വേണ്ട പോലെ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ ഈ ജീവിതകാലം മുഴുവൻ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ആ ജീവിതം മുഴുവൻ സുലഭമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ആ മഹാത്മാവിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഗുരുവായൂരപ്പനോട് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു കീർത്തനം കൂടി ചോദിച്ചാൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു കീർത്തനം കൂടി ആവായിരുന്നു എന്നൊരു മോഹമുണ്ട്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓക്കെ, എന്തായാലും ഇപ്പൊ പാരായണം ആരംഭിക്കുക. ഗുരുവായൂരപ്പ പാരായണ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കീർത്തനം നമുക്ക് അതും കൂടെ കേട്ടതിന് ശേഷം പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ബാലഗോപാല കൃഷ്ണ പാഹി പാഹി, ബാലഗോപാല കൃഷ്ണ പാഹി പാഹി. നീലമേഘ ശരീര നിത്യാനന്ദം ദേഹി, നീലമേഘ ശരീര നിത്യാനന്ദം ദേഹി. ബാലഗോപാല കൃഷ്ണ പാഹി പാഹി. കളഭ സുന്ദര ഗമന കസ്തൂരി ശോഭിതാനന, നളിന ദളായത നയന നന്ദ നന്ദന. മിളിത ഗോപവധൂജന മീനാംഗ കോടി മോഹന, മിളിത ഗോപവധൂജന മീനാംഗ കോടി മോഹന. ദളിത സംസാര ബന്ധന ദാരുണ വൈരിനാശന. ബാലഗോപാല കൃഷ്ണ പാഹി പാഹി. യജ്ഞ സംരക്ഷണ യാദവ വംശാഭരണ, യജ്ഞഫല വിതരണ യതി ജന ശരണ. അജ്ഞാനഗണ സമീരണ അഖില ലോക കാരണ, അജ്ഞാനഗണ സമീരണ അഖില ലോക കാരണ. വിജ്ഞാനദളിതാവരണ വേദാന്ത വാക്യ പ്രമാണ. ബാലഗോപാല കൃഷ്ണ പാഹി പാഹി. വ്യത്യസ്ത പാദാരവിന്ദ വിശ്വവന്ദിത മുകുന്ദ, വ്യത്യസ്ത പാദാരവിന്ദ വിശ്വവന്ദിത മുകുന്ദ. സത്യാഖണ്ഡ ബോധാനന്ദ സദ്ഗുണ വൃന്ദ. പ്രത്യസ്തമിത ഭേദകന്ദ പാലിത നന്ദ സുനന്ദ, പ്രത്യസ്തമിത ഭേദകന്ദ പാലിത നന്ദ സുനന്ദ. നിത്യത നാരായണ തീർത്ഥ നിർമ്മലാനന്ദ ഗോവിന്ദ, നിത്യത നാരായണ തീർത്ഥ നിർമ്മലാനന്ദ ഗോവിന്ദ. ബാലഗോപാല കൃഷ്ണ പാഹി പാഹി. നീലമേഘ ശരീര നിത്യാനന്ദം ദേഹി. ബാല
പാഹി പാഹി. വൃന്ദാവന വിഹാരലാലികി ജയ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.